പ്രിയപ്പെട്ട അമ്മമാരെ, ആദ്യം തന്നെ പറയാം, ഇതാരെയും ജഡ്ജ് ചെയ്യാനുള്ള ഒരു വീഡിയോ അല്ല. പകരം നമ്മുടെ പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു സൂപ്പർ മാരിയോനെ പോലെ ജമ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തരം സെൽഫ് ഇവാലുവേഷൻ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിലെ അമ്മയ്ക്ക് എത്രമാത്രം മാർക്ക് കൊടുക്കുന്നുണ്ടോ അതിൽ നിന്ന് മിച്ചപ്പെട്ട ലെവലിലേക്ക് ഒന്ന് മാറാൻ വേണ്ടി ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിനുള്ള ക്രൈറ്റീരിയ ആണ് പറഞ്ഞു വരുന്നത്. ായിരിക്കും എന്ന് തോന്നും. അതാണ് ആദ്യത്തെ ടിപ്പ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെങ്ങനെ ക്രിട്ടിക്കൽ സമയങ്ങളിൽ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ സത്യത്തിൽ നടക്കുന്നത് മോഡലിംഗ് ആണ്. നമ്മൾ രാത്രി അടുത്ത് കിടത്തി കുഞ്ഞുങ്ങളോട് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നതിനേക്കാളും അവർ നമ്മളെ കണ്ടു പഠിക്കുക ചെയ്യുക. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെ നമ്മൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അവരെ ഒരു ഇമോഷണലി ഇൻ്റലിജൻറ്റ് പേഴ്സണായിട്ട് അവരെ മാറ്റാനുള്ള ഏറ്റവും നല്ല വഴി. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ മനുഷ്യന്മാരല്ലേ, നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ പ്രശ്നങ്ങളാണ്. വീട്ടിൽ പ്രശ്നം ഉണ്ടാകും, ചിലപ്പോൾ വർക്ക് സ്പേസിൽ പ്രശ്നമായിരിക്കും. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ടെമ്പർ നമ്മുടെ കയ്യിൽ നിന്ന് പോവാം. അപ്പോൾ ആ സമയത്തും നമ്മൾ ഏത് തരം വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ ആ ദേഷ്യം വന്ന സമയത്ത് ഏത് രീതിയിലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് പെരുമാറുന്നത് എന്നുള്ളത് ഒരു ഫിസിക്കൽ അബ്യൂസിലേക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് പോവാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് നമ്മൾ കാര്യമാണ് പറയുന്നതെന്ന് കുട്ടിക്കും തോന്നുന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അത് നമുക്കും നല്ലതാണ്. അടിയും പിടിയും ഒക്കെ ആയിട്ട് നമ്മളുടെ സ്റ്റാൻഡിൽ നിൽക്കുക, നമ്മുടെ ക്യാരക്ടറിൻ്റെ സ്റ്റാൻഡേർഡ് കൂടിയാണ് അങ്ങനെ ആ ഒരു റെസ്പോൺസ് എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ചാണക്യതന്ത്രത്തിലൊക്കെ പറയും, ദേഷ്യപ്പെടാൻ എളുപ്പമാണ്, പക്ഷേ ആരോട് എപ്പം ശരിയായ അളവിൽ ദേഷ്യപ്പെടുന്നതാണ് പ്രാധാന്യം. അതായത് നമ്മൾ ശരിക്കും ആവശ്യമുള്ള കാര്യത്തിനാണോ ദേഷ്യപ്പെടുന്നത്, ശരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട ആളുടെ അടുത്ത് തന്നെയാണോ ചെയ്യുന്നത്, അത് ശരിയായ അളവിലാണോ. നല്ല വൃത്തിയിട്ട കാര്യം നമ്മളോട് ചെയ്തിട്ട് നിൽക്കുമ്പോൾ നമ്മൾ വലിയ അളവിൽ തന്നെ ദേഷ്യപ്പെടണം അല്ലേ. പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു പാവത്തിൻ്റെ അടുത്ത് നമ്മൾ തലയിൽ കയറി വല്ലാണ്ട് മോശമായിട്ട് പെരുമാറുന്ന സമയത്ത് അത് കണ്ടു നിൽക്കുന്ന നമ്മുടെ കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. തീർച്ചയായും ആ കുട്ടി ഒരു ഡൊമനിസ്റ്റിക് പേഴ്സണായിട്ടേ വളർന്നു വരുള്ളൂ അല്ലേ. പക്ഷെ ഒരു എംപത്തറ്റിക് പേഴ്സണായിട്ട് നമ്മുടെ കുട്ടീനെ വളർത്തണമെങ്കിൽ ഈ അടുത്ത് നമ്മളിങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, നമ്മൾ എംപത്തറ്റിക് പേഴ്സൺ ആയിരിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് എല്ലാവർക്കും ബാധകമല്ല. കുട്ടിയെ സ്പിരിച്വലി കുറച്ചുകൂടി വേക്കൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് വളർത്തണം എന്ന് തോന്നുന്ന ആളുകൾക്കുള്ള മാത്രമാണ്. ചില അമ്മമാർക്കും അച്ഛന്മാർക്കും ഉണ്ടാവും കുട്ടിക്ക് റിലീജിയസ് ആയിരിക്കണം, സ്പിരിച്വൽ ആയിരിക്കണം. റിലീജിയനും സ്പിരിച്വാലിറ്റിയും തമ്മിൽ കുറച്ച് ദൂരമുണ്ട്. എന്നാൽ പോലും റിലീജിയസ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ആയി കുഞ്ഞ് വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പിരിച്വൽ ആൻഡ് റിലീജിയസ് ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ചിട്ടകൾ, നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ടെമ്പിൾ, ചർച്ച്, മോസ്ക് ഏതായാലും അവിടെയൊക്കെ നമ്മൾ കുട്ടീനെ ഇടയ്ക്ക് കൊണ്ടുപോവുക, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക. കുറച്ചും കൂടി ചിട്ട വരാൻ ഇതൊക്കെ നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ. ഇനി അതല്ല, സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ റിലീജിയനിൽ വലിയ താല്പര്യമില്ലാത്ത പാരൻ്റ് ആണെങ്കിൽ ഈ ടോപ്പിക്ക്, ഈ പോയിൻ്റ് അങ്ങ് വിട്ടേക്കും. ഇനി അടുത്തതും കുട്ടിയെ ഒരു ഇൻഡിവിജ്വലായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളിലൂടെ വന്നവരാണ്, അല്ലാതെ നമ്മളിൽ നിന്ന് വന്നു എന്ന് എപ്പോഴും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ബെറ്റർ നമ്മളിൽ നിന്ന് വന്നു എന്നതിനേക്കാൾ നമ്മളിലൂടെ വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെയും നമ്മളെപ്പോലെ ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റും. അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റും, അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് ജീവിച്ചു തുടങ്ങാൻ പറ്റും. ഒരു അത്യാവശ്യം പക്വതയൊക്കെ കുഞ്ഞിനായി എന്ന് തോന്നുമ്പം അവരെ വിടുക, അവരുടെ ഡ്രസ്സ് ചൂസ് ചെയ്യാൻ, അങ്ങനെ പല ചോയ്സസ് കൊടുക്കുക അവർക്ക്. അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ച്, അത് കാമ്പുള്ള അഭിപ്രായമാണെങ്കിൽ അത് സ്വീകരിക്കുക. നമ്മുടെ തെറ്റുകൾ ചിലപ്പോൾ തിരുത്തുന്നത് കണ്ടിട്ടില്ലേ കുട്ടികൾ, എന്തിനാ അമ്മ അങ്ങനെ ചെയ്തേ ഒക്കെ ചോദിച്ചു. അപ്പം ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്, അമ്മ ഇനി ചെയ്യില്ല എന്ന് പറയാൻ ശീലിക്കുക. അല്ലാതെ ചെറിയ വായിൽ വലിയ വർത്താനം പറയണ്ട, നീ എന്നെ പഠിപ്പിക്കാൻ പറയണ്ട എന്ന് പറഞ്ഞാൽ ഓടിച്ചു വിടാതിരിക്കുക. അവർക്ക് റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്ത് ഉത്തരം പറയാൻ പറ്റുന്നവരാണെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ അവരെ തിരുത്തുന്നില്ലേ, അപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നമ്മളെ തിരുത്താനുള്ള അവകാശമുണ്ട്. അതിൽ നമ്മൾ വല്ലാണ്ട് ദേഷ്യപ്പെട്ട് വല്ലാത്ത വർത്താനൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഐഡിയ.
പിന്നെ ഇതൊക്കെ എൻ്റെ ഐഡിയാസാണ്. പിന്നെ ഞാൻ കുറച്ചും കൂടി വായിച്ചറിഞ്ഞ അല്ലെങ്കിൽ റിസർച്ച് ചെയ്തറിഞ്ഞ ഐഡിയാസാണ്. ചിലപ്പോൾ നിങ്ങൾക്കിത് ഓക്കെ ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. എന്തായാലും അതിനനുസരിച്ചുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നമുക്കൊരു ചർച്ചയാവാം അല്ലേ, ഒരുപാട് അമ്മമാരൊക്കെ കൂടി നല്ല ഒരു ചർച്ചയിലേക്ക് നടക്കാം. അപ്പം നമുക്ക് കുറച്ചും കൂടി ഐഡിയാസ് കിട്ടും എങ്ങനെയാണ് മക്കളെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ നല്ല ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുക എന്നുള്ള കാര്യത്തിൽ. ഇനി പെർഫെക്ഷൻ എന്നുള്ള കാര്യത്തിൽ ആണോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്, അതോ പ്രസൻസ് എന്ന കാര്യത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് കുഞ്ഞും നിങ്ങളും കളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിപ്പിച്ചത് കുട്ടി റെപ്ലിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ നോക്കി നിൽക്കുവാണോ, അതോ നിങ്ങൾ ഹാപ്പി ആയിട്ടാണ് കുട്ടിയുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത്. നിങ്ങളുടെ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസ് ഒക്കെ അവരെ ബാധിക്കും. ഇതൊക്കെ അവർ ഓർക്കും കേട്ടോ. നമ്മളല്ല പറയേണ്ടത് നമ്മൾ നല്ല പാരൻ്റ് ആയിരുന്നു എന്ന്. നമുക്കങ്ങനെ വേണമെങ്കിൽ പറയാമല്ലോ, ഞാൻ അത്രയും കഷ്ടപ്പെട്ട് നോക്കിയതാണ്, ഇങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറയാം. പക്ഷെ അതിൽ കാര്യമില്ല. കുട്ടി വലുതായി കഴിയുമ്പോൾ ഈ കുഞ്ഞ് തന്നെ തിരിഞ്ഞാലോചിക്കും. അപ്പോൾ അവരാണ് പറയേണ്ടത് നമ്മൾ നല്ലൊരു പാരൻ്റ് ആയിരുന്നു. നമ്മൾ ചിലപ്പോൾ എല്ലാം പ്രൊവൈഡ് ചെയ്ത് അവർക്ക് സന്തോഷം കൊടുത്തില്ലെങ്കിൽ, പ്രസൻസ് കൊടുത്തില്ലെങ്കിൽ കുട്ടി പറയുക എന്തായിരിക്കും, നല്ല പാരൻ്റ് ആയിരുന്നില്ലെന്ന് അങ്ങ് പറഞ്ഞു കളയും. അപ്പം നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. അയ്യോ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും എന്താ പറയുക എൻ്റെ പല സമയവും മാറ്റി വെച്ച് എൻ്റെ കുഞ്ഞിന് വേണ്ടി എല്ലാം ചെയ്ത് കുഞ്ഞ് പറയുകയാണ് ഞാൻ നല്ലൊരു പാരൻ്റ് ആയിരുന്നില്ല. അത് പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനിപ്പിക്കുന്നതാണ്. പക്ഷെ അവർക്ക് സമയം വേണം. അത് ഒരു 5 മിനിറ്റ് ആണെങ്കിൽ പോലും മനസ്സ് തുറന്ന് നമ്മുടെ ഫേസിൽ ആ സ്നേഹവും സന്തോഷവും കാണണം. സ്നേഹത്തിനേക്കാളും സന്തോഷത്തോടെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്ന് കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാലുണ്ടല്ലോ, അവർ ഉറപ്പായും വലുതാകുമ്പം ആലോചിക്കുക സമയമൊക്കെ. പിന്നെ അതുപോലെ പുറത്തു കൊണ്ടുപോകുന്ന കാര്യത്തിലാണെങ്കിലും, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് നമുക്ക് വയ്യായ്മകൾ ഉണ്ടാവും. എല്ലാ ദിവസവും പുറത്തു കൊണ്ടുപോകാനും എല്ലാ ദിവസവും ചിരിച്ചുകൊണ്ടിരിക്കാനും പറ്റില്ല. പക്ഷെ ഇടയ്ക്കൊക്കെ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് ഒന്ന് പുറത്ത്, അത് ദൂരെ ഉള്ള ടൂറോ ഇൻ്റർനാഷണൽ ടൂറോ അന്തർ സംസ്ഥാന ടൂറോ ഒന്നും ആവണമെന്നില്ല. പകരം ചെറിയ ചെറിയ സ്ഥലത്തേക്ക്, ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് ഒന്ന് ബീച്ചിലേക്കോ അല്ലെങ്കിൽ ടെമ്പിൾ വിസിറ്റോ നമ്മുടെ കൂടെ സന്തോഷത്തോടെ കൈ പിടിച്ചവർ പോട്ടെ. നല്ല രസമായിരിക്കും കുട്ടിയൊക്കെ. ഞാൻ കുറേയൊക്കെ എൻ്റെ ഐഡിയാസൊക്കെ മോളോടും ചോദിച്ചു. ചെറിയ ആളോട് ചോദിക്കാനായിട്ടില്ല, അവൻ വളരെ ചെറുതാണ്. മോളോടും ചോദിച്ചപ്പോൾ അവൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം അതൊക്കെ കൂട്ടിയിട്ടാണ് കുട്ടികളുടെ അഭിപ്രായം കൂടി അവളുടെ കുഞ്ഞിൻ്റെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് വായിച്ചറിഞ്ഞതും മറ്റമ്മമാരോട് ഡിസ്കസ് ചെയ്താൻ വെച്ച കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞു തരുന്നത്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നമ്മുടെ മനസ്സിലുണ്ട് അയ്യോ ഞാനൊരു നല്ല അമ്മയാണ്, ഞാനെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ. ആ കൺസേൺ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നല്ലൊരു അമ്മയാണെന്നാണ്. കാരണം നമ്മൾ ഇനിയും നമ്മുടെ കുഞ്ഞിന് നല്ലത് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ പാരൻറ്റിങ് ഇമ്പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന അമ്മയല്ലേ. കുഞ്ഞിന് കൂടുതൽ നല്ലത് കൊടുക്കാൻ ട്രൈ ചെയ്യുന്ന അമ്മയല്ലേ. ഇത് തന്നെ ഒരു ക്വാളിറ്റിയാണ് ഒരു നല്ല അമ്മയുടെ. എപ്പോഴും നമ്മുടെ കുട്ടിക്ക് നല്ലത് തന്നെ കൊടുക്കുക എന്നുള്ള ഒരു ചിന്താഗതി. ഇപ്പം ഈ ഒരു വീഡിയോ ഫുള്ള് ഇത്രയും വരെ നിങ്ങൾ ഇരുന്ന് കണ്ടത് തന്നെ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ, വേറെ ഒന്നിനും അല്ലല്ലോ നിങ്ങളുടെ ഈ 8 മിനിറ്റ് നിങ്ങൾ മാറ്റി വെച്ചത്. അത് തന്നെ കാണിക്കുന്നത് നിങ്ങൾ നല്ല അമ്മയാണ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. കുഞ്ഞിന് വേണ്ടി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഞാനും ഇത്ര നേരം അതൊക്കെയാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് വേണ്ടി നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുകയും നന്നായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ക്രൈറ്റീരിയ. മിക്കവാറും ഇല്ലായിരിക്കും. പക്ഷെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഒരു 20%. ബാക്കി 50% പണി എന്താ? ബാക്കി വീട്ടിലുള്ളവരുടെ മൊത്തം നോക്കി കുഞ്ഞിനെ നോക്കി അവനവൻ്റെ തടി കളഞ്ഞ് മിണ്ടാണ്ടിരിക്കുക. നമ്മുടെ കുഞ്ഞിൻ്റെ യങ് ഏജിൽ, അവരുടെ പ്രൈം ഏജിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മളെ കൊണ്ടുപോയി അവിടെ ബില്ലടയ്ക്കാനും അതിലും ഇതിലും ക്യൂ നിൽക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കുഞ്ഞിനെ എത്തിക്കരുത്. അപ്പം നന്നായിട്ട് തിന്നോ, അടിച്ച് നല്ല വൈറ്റമിനും മിനറൽസും ഉള്ള ഭക്ഷണം കഴിച്ച്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് നല്ല യങ് ആൻഡ് എനർജറ്റിക് ആയ അമ്മയായി നിൽക്കാൻ നോക്കുക. അതെല്ലാവർക്കും നല്ലതാണ്, നമുക്കും നല്ലതാണ്. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ, കുഞ്ഞിനും നല്ലതാണ്. അപ്പം കുറേ റിസർച്ച് ജേണൽസൊക്കെ നോക്കിയപ്പോൾ അതിൽ കണ്ടത് അമ്മ നല്ല ഹെൽത്തി ആൻഡ് ആക്റ്റീവ് ആയിരുന്നാൽ കുട്ടിക്ക് ലൈഫ് നല്ല ബെറ്റർ ആയിരിക്കുന്നത് കേട്ടു. അതെങ്ങനെ വരും?
നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല, വിഷമങ്ങളൊക്കെ. ഇതൊക്കെയാണ് നമ്മളെ ഒരു തരത്തിൽ ബാധിക്കുന്നത്, ഫുഡ് കഴിക്കാതിരിക്കാനും അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാനും അല്ലെങ്കിൽ തിരക്കുകൾ കാരണമായിരിക്കാം. പക്ഷെ എങ്ങനെയെങ്കിലും ഇതെന്നൊക്കെ തലയൂരിയെടുത്ത് കുഞ്ഞിന് വേണ്ടി നന്നായിട്ട് തിന്നാനും എല്ലാം ചെയ്യാൻ നമ്മൾ റെഡിയാണെങ്കിൽ ഉറപ്പാണ് കുഞ്ഞിൻ്റെ ലൈഫും ഓട്ടോമാറ്റിക്കലി രക്ഷപ്പെടും എന്നുള്ളത്. ഇനി അടുത്ത 2 കാര്യം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. അതായത് വിത്തൗട്ട് എനി കണ്ടീഷൻ. ശരിയാണ്, നമുക്ക് അൺകണ്ടീഷണൽ ലവ് ഒക്കെയാണ്. പക്ഷേ അതിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഷോ ചെയ്യുന്നുണ്ടോ എന്നാണ്. കുട്ടി ഇനി ഇൻ കേസ് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും, അല്ലെങ്കിൽ മാർക്ക് നേടിയിട്ടോ വേറെ എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ അല്ല, പകരം അവരായി ഇവിടെ വെറുതെ ഇരിക്കുമ്പോൾ പോലും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് നമ്മൾ അവരെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടോ, അത് ഒരു ഗെയിം ചേഞ്ചറാണ്. ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ വരുന്നത് കൺസിസ്റ്റൻസിയാണ്. നമ്മുടെ ബൗണ്ടറീസ്, നമ്മുടെ മൂഡ് പോലെ ആയിരിക്കരുത് നമ്മുടെ ബൗണ്ടറീസ്. നോ പറഞ്ഞാൽ അത് എല്ലാ സമയത്തും നമ്മുടെ മൂഡ് പോലെ അത് മാറി മറിയരുത്. പകരം എന്ത് സാഹചര്യത്തിൽ നോ തന്നെ ആയിരിക്കണം. പക്ഷേ യെസ് ആണെങ്കിൽ അതുപോലെ തന്നെ യെസ്സും ആയിരിക്കണം. ഈ ബൗണ്ടറീസ് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. ഇതിന് പണി തരുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ ബാക്കി ബന്ധുക്കൾ. നമ്മളെന്തെങ്കിലും നോ പറഞ്ഞാൽ യെസ് ആക്കി കൊടുക്കുന്ന ആൾക്കാർ. അതിനുള്ള മറുപടിയൊക്കെ അതിനെന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഇട്ടുവയ്ക്കാം. പിന്നെ അവസാനത്തത്, അവർ എത്ര വലുതായും എവിടെ പോയാലും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്ന തോന്നലായിരിക്കണം കുഞ്ഞിന് വേണ്ടത്. അല്ലാതെ എന്താ പറയുക, നമുക്കിങ്ങനെ അയ്യോ എനിക്ക് അങ്ങോട്ട് പോകണ്ടേ എന്നുള്ള അവസ്ഥയായിരിക്കരുത്. പകരം ഹോം ഒരു ഹെവനായിരിക്കണം. അവർക്ക് അവിടെ സേഫ്റ്റി ഫീൽ ചെയ്യണം, അവർ തിരിച്ചു വരണം. അതിനുള്ള സന്തോഷവും സമാധാനവും സേഫ്റ്റിയും വീട്ടിൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. എല്ലാ അമ്മമാരെയും കുറച്ച് മനസ്സമാനം തരുന്ന വീഡിയോസൊക്കെ ഞാൻ അങ്ങ് ഇട്ട് വയ്ക്കാം.